ഇ ഡി അന്വേഷണം വരുമ്പോൾ മറ്റ് അന്വേഷണങ്ങളെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ്. എങ്ങനെയാണ് അതിനെ കാണാൻ കഴിയുക? ദിവിഷ, ഇതിലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമുണ്ട്. കാരണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് വീണ. വീണയുടെ പേരിലുള്ള സ്ഥാപനമാണ് എക്സാലോജിക്. എക്സാലോജിക്കും CMRലും തമ്മിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ആ അന്വേഷണം പോകുമ്പോൾ ഇപ്പോൾ ജോസഫ് സി മാത്യു സൂചിപ്പിച്ചത് CMRലിന്റെ ഉടമയുടെ വീട്ടിൽ നടത്തിയ, ശശിധരൻ കർത്തയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്ത ഒരു ഡയറിയുണ്ട്. ആ ഡയറിയിലെ വിവരങ്ങളുണ്ട്. അതിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പോയാൽ അത് ചെന്നെത്തി നിൽക്കുക എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ടവരിലേക്കായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിലേക്ക് ഈ അന്വേഷണം മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും CMRൽ എക്സാലോജിക് ഇടപാടാണ് ഇപ്പോൾ അന്വേഷണ വിഷയമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിലുള്ളത്. അതിൽ ഇതുവരെ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് ഹൈക്കോടതിയുടെ ഒരു സ്റ്റേ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ആ സ്റ്റേ ആണ് ഇന്ന് നീക്കിക്കിട്ടിയിരിക്കുന്നത്. സ്റ്റേ നീക്കുക മാത്രമല്ല, അന്വേഷണം തടയണമെന്ന CMRലിന്റെ ആവശ്യം കൂടിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. ഇനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുക എന്നതാണ് CMRലിന് മുന്നിലുള്ള നിയമപരമായ മാർഗം. അവർ എത്രയും വേഗം ആ ഹർജിയുമായി പോകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ആ ഹർജി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി അവിടെ നിന്നൊരു സ്റ്റേ കിട്ടിയില്ല എങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകും. ഈ ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാൽ ഇന്നോ നാളെയോ തന്നെ അവർ കൂടുതൽ സമൻസുകൾ അയച്ചു തുടങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.